ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ആക്ച്വലി ഇപ്പം നവരാത്രി നടക്കുകയാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നവരാത്രി സമയത്ത് നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മാസം എന്ന രീതിക്ക് എടുക്കാം. ആക്ച്വലി 10-10 പോർട്ടലും വരും. നവരാത്രി ഉണ്ട്. ഒരുപാട് നല്ല സമയങ്ങളാണ്, അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നല്ല സമയങ്ങളാണ്. ഒരുപാട് പ്രാർത്ഥനകൾ, എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. അപ്പം അതിൻ്റെതായ ഒരു എഫക്റ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണ് ഈ ഉത്സവങ്ങൾ? അതിപ്പോൾ ക്രിസ്മസ് ആയാലും ശരി, എന്താ പറയുക, റംസാൻ ആയാലും ശരി, നോമ്പായാലും ശരി, അല്ല നമ്മുടെ വിഷു, ഓണോ, എന്ത് തന്നെ ആയാലും ശരി, ആ സമയത്തൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പറയാറുണ്ട്. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ഓക്കെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ടാവും. എല്ലാവരും നല്ല ഒരു സെലിബ്രേഷൻ്റെ മൂഡിലായിരിക്കും, പോസിറ്റീവ് എനർജി ആയിരിക്കും. അതിൻ്റെയൊക്കെയാണ്. ഓക്കെ, ഇപ്പം നവരാത്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ദൈവികമായ ഒരു അന്തരീക്ഷമാണ് എല്ലാവരും കൂടുതൽ സ്ഥലങ്ങളിലും, അല്ലേ? അപ്പോൾ അത്രയും ആ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ യൂണിവേഴ്സിലേക്ക് പോകുന്നത്. സോ അതിൻ്റെതായ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടും. അപ്പം അത് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും നടക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നമുക്ക് നോക്കാം. ആക്ച്വലി എടുത്തേക്കാം. ചാടി വന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. എടുത്തേക്കാം. ഓക്കെ, ഞാൻ റെഡി ആയിരുന്നില്ല, ബട്ട് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഇത്രയും നല്ല കാർഡാണ്. സോ ദൈവം തന്ന തന്നെയാണ് ഇത്. നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്ങിൻ്റെ ആ കാര്യമാണ് കാണുന്നത്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ ഒരു പുതിയ തുടക്കം, പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിപ്പോൾ ബന്ധങ്ങളിലായാലും ശരി, നിങ്ങളുടെ ജോലി അങ്ങനത്തെ കാര്യങ്ങളിലായാലും ശരി, നിങ്ങൾക്കൊരു നല്ലൊരു ഓഫർ വരുന്നതായിട്ട്, നിങ്ങളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, നിങ്ങളെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നതായിട്ട്, ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ, നിങ്ങളുടെ സ്നേഹം, നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്നതെന്ന് പറയാം, സെൽഫ് ലവ് എന്ന രീതിക്കും പറയാം. ഓക്കെ, അവനവനെ കെയർ ചെയ്യുക, അവനവൻ്റെ ഒരു സന്തോഷം എന്ന് ഐ തിങ്ക് ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നല്ല രീതിയിൽ തയ്യാറാവാനും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ ശ്രമിക്കും, അല്ലേ? സോ യെസ്, ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണിത്. നിങ്ങൾക്ക് എല്ലാവരോടും ഒരുപാട് സ്നേഹം തോന്നും, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുമാണ്. സോ എല്ലാം കൊണ്ടും ഓക്കെ, നമ്മൾ ഒരു വളരെ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാർഡാണ്. എൻ്റെ ആദ്യം തന്നെ തന്നത് ദൈവം, അതാണ് യൂണിവേഴ്സ്, അതാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എടുത്തേക്കാം. ഓക്കെ, വേറെ എന്തൊക്കെയായിരിക്കും? ഓക്കെ, അഗൈൻ പേജ് ഓഫ് വാണ്ട്സ്. ഓക്കെ, സ്റ്റാർ കാർഡാണ്, പ്രതീക്ഷയാണ്. ഞാൻ മറച്ചോളാം കാർഡിനെ. ഞാൻ കാർഡിനെ മറയ്ക്കും. ചില കാർഡ്സ് നമ്മൾ ഇതിൽ കാണിക്കാൻ പാടില്ല യൂട്യൂബിൽ, അതുകൊണ്ടാണ്. ഓക്കെ, 5 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. 4 ഓഫ് കപ്സ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് വാണ്ട്സ്. ഓക്കെ, 2 ഓഫ് വാണ്ട്സ്, ഹാർട്ട് ബ്രേക്കിൻ്റെ കാര്യമുണ്ട്. 10 ഓഫ് കപ്സ്. ഓക്കെ, 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 8 ഓഫ് വാണ്ട്സ് ആണ്. ഓക്കെ, വാവ്. ഓക്കെ, ഇത് ലാസ്റ്റിൽ പറയാം. ഞാൻ ആദ്യം തന്നെ റിലേഷൻ പറഞ്ഞ എല്ലാവരും കൂടെ. ഓക്കെ, മെയിനായിട്ട് ഇവിടെ കാണുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ബ്ലെസ്സിങ് എന്തായാലും വരുന്നുണ്ട് യൂണിവേഴ്സിൽ നിന്ന്. ഓക്കെ, ഒരു പുതിയ തുടക്കം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏസ് ഓഫ് കപ്സും പേജ് ഓഫ് വാൻസും അത് തന്നെയാണ്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടാണ്. ഓക്കെ, അതിപ്പോൾ ഒരു ജോലിയുടെ ഓഫർ വരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനിങ് നിങ്ങൾ ചെയ്യുന്നതായിട്ട്. ഓക്കെ, നിങ്ങളൊരു പ്ലാനിങ് ചെയ്യുന്നു, നിങ്ങൾ ഒരു കാര്യം പുതിയതായിട്ട് തുടങ്ങാനുള്ള ആലോചന എന്ന് പറയാം. ഓക്കെ, പ്ലാനിങ് ആണ്, പ്ലാനിങ് സ്റ്റേജ് മാത്രമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങളത് തുടങ്ങും. ഓക്കെ, നിങ്ങളത് എന്തെങ്കിലും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങും. നിങ്ങൾ എന്താണ് മാറ്റം വരുത്തേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ട മുന്നോട്ട് എന്ന രീതിക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് തുടങ്ങും. ഓക്കെ, ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ചിലവർക്ക് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് പറയാം. നിങ്ങൾക്ക് ആരുടെങ്കിലും മെസ്സേജ് വരുന്നതായിരിക്കാം, എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മെസ്സേജ് വരുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങൾ ആർക്കെങ്കിലും അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ജോലിക്കോ വല്ലതിനും വേണ്ടി ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നതായിരിക്കാം, ആരോടെങ്കിലും എവിടെയെങ്കിലും അപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ എന്ത് കാര്യം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിക്ക് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഹോപ്പ്. നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ, ഓക്കെ, ഇതൊരു വെയിറ്റിംഗ് എനർജിയാണ്. ആൻഡ് നിങ്ങൾക്ക് പ്രതീക്ഷ എന്നും പറയാം. ഇത് നമ്മൾ കാത്തിരിക്കുക, വെയിറ്റിംഗ് എനർജി എന്ന് പറഞ്ഞ പോലെയാണ്. കാത്തിരിക്കലും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മൾ. ഓക്കെ, അത് ആ പ്രതീക്ഷയോടെ ചിലവർക്ക് നിങ്ങൾക്കൊരു യാത്ര, അതിപ്പോൾ പുറത്തേക്കുള്ള യാത്രയായിരിക്കാം, നമ്മൾ എന്താ പറയുക, ട്രാവലിംഗ് അബ്രോഡ്, അങ്ങനത്തെ കാര്യങ്ങളുടെ വെയിറ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നടക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലാണ് ആ വെയിറ്റിംഗ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ആൻഡ് നമ്മളിത് പറയുന്നത്
ലൈക്ക് എന്താ പറയുക, ഇൻസ്പിറേഷൻ കിട്ടും നിങ്ങൾക്ക് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചില ഇൻസ്പിറേഷൻ കിട്ടും, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് വരും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നോട്ട് ചെയ്യാൻ ഐഡിയാസ് കിട്ടും എന്ന് പറയാം. ഓക്കെ, ഇതും ഐഡിയയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്റ്റാറും നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഐഡിയ അല്ലേ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഐഡിയാസ് വരുന്ന കാര്യമായിരിക്കാം. അഗെയിൻ ഓക്കെ, കുറച്ച് നെഗറ്റീവ് കാർഡ്സ് ഇവിടെ ഉണ്ട്. ഇത് ലാസ്റ്റ് പറയാം, ഞാൻ ഇത് രണ്ട് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇടയിൽ പക്ഷേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഈ പ്രശ്നങ്ങൾ നിങ്ങളെ തടസ്സപ്പെടുത്തും എന്ന് പറയാം ഞാൻ. അത് മാനസികമായിട്ട് നിങ്ങളെ തടസ്സപ്പെടുത്തും. ഓക്കെ, ലൈഫിനെ തടസ്സപ്പെടുത്തുന്ന കാര്യമല്ല. ഒന്ന്, ഇവിടെ നിങ്ങൾക്ക് ലോസിൻ്റെ കാര്യം, 5 of Cups ലോസ് ആണ്. 4 of Cups നമുക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ പറയും. അതായത് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും നിങ്ങൾക്ക് അതിനോട് ചിലപ്പോൾ താല്പര്യം തോന്നിയെന്ന് വരില്ല. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കാണുന്നില്ല എന്നാണ് ഇവിടെ ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റാണ് മാറേണ്ടത്. ഓക്കെ, നമ്മളുടെ മൈൻഡ് സെറ്റ് ഒരുപാട് ചേഞ്ച് ആവേണ്ടതുണ്ട്. നിങ്ങൾ ഓർത്തിരിക്കുന്നത് പഴയ ലോസിൻ്റെ കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ച പോലെ ചില കാര്യം നടന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് നടന്നില്ല, അല്ലെങ്കിൽ അതിൽ ചില നഷ്ടങ്ങൾ വന്നു. അതിപ്പോൾ ഇമോഷണൽ കാര്യങ്ങളാവാം, ജോലി അങ്ങനത്തെ കാര്യങ്ങളിലാവാം, പഠിക്കാനാവാം. ഓക്കെ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടും ഉണ്ടാവാം, പക്ഷെ അത് നടക്കാതെ പോയിട്ടുണ്ട്. ഓക്കെ, പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. അതൊരു പാസ്റ്റിൻ്റെ കാർഡാണ്. ഈ പാസ്റ്റിൻ്റെ റിഗ്രറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ പോലും നിങ്ങൾക്കൊന്നും കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ നെഗറ്റീവാണ് ആവുന്നത്. നിങ്ങൾ വളരെയധികം, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, മുൻപ് കുറച്ച് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതെ പോയിട്ടുണ്ട്, നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് നിങ്ങൾ വരുന്ന ബ്ലെസ്സിങ് പോലും നിങ്ങൾ കാണുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്കിൽ ഇരിക്കുകയാണ്, നിങ്ങൾ ആ പഴയ വേദനയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. ആ പഴയ ആ ഒരു വേദനകൾ അതിനെക്കുറിച്ച് തന്നെ ഓർത്തോർത്ത് നിങ്ങളിരിക്കുകയാണ്. നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ തയ്യാറല്ല. ഓക്കെ, ഐഡിയാസ് ഉണ്ട്, നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ട്, ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിലൊന്നും മുന്നോട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കുന്നില്ല. ബിക്കോസ് മേ ബി നിങ്ങളുടെ മനസ്സിലെ പേടികളായിരിക്കാം. എന്നിട്ട് ഞാനിത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ആയാലോ. ഇത് എല്ലാവരെയും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വഴികൾ ഓപ്പൺ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രേക്ക് ഒന്ന് പുറത്തു വരാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൊണ്ടു തരുന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളത് കാണുന്നേ ഇല്ല. നിങ്ങൾ ഈ നഷ്ടപ്പെട്ടതിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. എവിടെയും നിങ്ങളുടെ ബാക്കിൽ 2 സ്റ്റാൻഡിങ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു കപ്പ് ഇങ്ങനെ വരുന്നുണ്ട്, നീണ്ടു വരുന്നത് യൂണിവേഴ്സ് എന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ടാവാം. നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടാവും, ഓക്കെ ഇതൊന്ന് ട്രൈ നോക്കൂ എന്ന് പറയുന്നുണ്ടാവും. നിങ്ങൾ പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല. എനിക്ക് വേണ്ടത് ഇതല്ല, എനിക്ക് വേണ്ടത് ഇതായിരുന്നില്ല, അപ്പം ഞാൻ വേറെ എന്ത് വന്നാലും ഞാൻ നോക്കില്ല. ഇതാണ് ഇപ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇത് വളരെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്കത് കൂടുതൽ ഹാർട്ട് ബ്രേക്ക് തരുള്ളൂ. കാരണം ഇപ്പം നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടതല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒന്നും യൂണിവേഴ്സ് തരില്ല, എനിക്ക് വേണ്ട ഒന്നും യൂണിവേഴ്സ് തരില്ല, അങ്ങനെയാണ് എന്നും പറഞ്ഞ് നിങ്ങളിരിക്കുക. പക്ഷേ ഈ വരുന്ന ഓപ്പർച്യൂണിറ്റിയിൽ ഇതിലെന്തെങ്കിലും കാര്യമുണ്ടോ, ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇതുകൊണ്ട് ഓക്കെ, നിങ്ങൾ വിചാരിച്ചത്ര ബെനിഫിറ്റ് ആയിരിക്കില്ല, മേ ബി നിങ്ങൾ വിചാരിച്ചത്ര സാലറി ആയിരിക്കില്ല, നിങ്ങൾ വിചാരിച്ചത്ര അതിൽ ഫൈനാൻഷ്യൽ ഗെയിൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വ്യക്തി ആയിരിക്കില്ല ചിലപ്പോൾ വരുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഓക്കെ, നിങ്ങൾ പക്ഷെ ആ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യക്തി, നഷ്ടപ്പെട്ട ജോബ്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനെ മാത്രമാണ് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. വേറെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, ശരി ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ, അറ്റ്ലീസ്റ്റ് ശ്രമിച്ചാൽ മതി. നിങ്ങളതിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷെ ശ്രമിക്കാനെങ്കിലും നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറാവുക. അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല ഇവിടെ. ഓക്കെ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടേ പറയുള്ളൂ. കാരണം ഇവിടെ എൻ്റെ ജോലി എനിക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് ഇത് കാർഡ്സ് വെച്ചിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കൂടിയാണ്. ഞാൻ വെറുതെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരല്ലോ. നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഈ പറയുന്നതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ആക്ഷൻസ് എടുക്കേണ്ടത് നിങ്ങളാണ്. എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അതും ഞാൻ ഈ ക്യാമറയുടെ അപ്പുറത്തിരുന്ന് ഞാൻ സംസാരിക്കുന്നത്, എനിക്ക് നിങ്ങളെയൊന്നും പേഴ്സണലി അറിയ പോലുമില്ല. ഓക്കെ, പലർക്കും ഞാൻ ചില സമയത്ത് എനിക്ക് ഡിസപ്പോയിൻമെൻറ്റ് തോന്നാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് റീഡിങ് എടുത്തിട്ടുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റിൻ്റെ റീഡിങ് നോക്കിയിട്ട് വെറുതെ അതാ ഇന്നത് കണ്ടു എന്ന് പറഞ്ഞ് വിടുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ അവർക്ക് 1 മണിക്കൂറിന് മേലെ ഞാൻ ഓരോരുത്തർക്കും ഞാൻ സമയം കൊടുക്കാം. അതുമാത്രമല്ല 1 മണിക്കൂർ കണക്കൊന്നുമല്ല അത് ഞാൻ എത്ര നേരം അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വന്ന് മെസ്സേജ് ഇട്ടാലും, അതിൻ്റെ അടുത്ത ദിവസം വന്ന് മെസ്സേജ് ഇട്ടാലും, 1 മാസം കഴിഞ്ഞ് വന്ന് മെസ്സേജ് ഇട്ടാലും, 3 മാസം കഴിഞ്ഞ് വന്ന് മെസ്സേജ് ഇട്ടാലും ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും.
ഞാൻ അവർക്ക് കുറച്ച് ഡിലേ വന്നാലും പക്ഷെ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കും. ഞാൻ അതിന് വേണ്ട അഡ്വൈസോ കാര്യങ്ങളോ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന അഡ്വൈസ് എന്നല്ല, സോറി ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. കാരണം എൻ്റെ മുമ്പിൽ ദൈവം എനിക്ക് എന്ത് പറഞ്ഞു തരുന്നോ അത് ഞാൻ പാസ് ചെയ്യും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ എനിക്ക് അതായത് എന്നെ കൊണ്ട് ദൈവം എന്താണോ ഗൈഡൻസ് എനിക്ക് തരുന്നത് ആ ഗൈഡൻസ് ഞാൻ നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതും കൂടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ലൈഫ് മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ശ്രമിക്കണം. എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ അത്രയും പറഞ്ഞു തന്നിട്ട് അവസാനം ഞാൻ ലിങ്ക്സ് അയച്ചു കൊടുക്കും. ഞാൻ ഇന്ന പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് ഞാൻ സ്കെഡ്യൂൾ അടക്കം ഉണ്ടാക്കി കൊടുക്കും. എത്രയോ പേർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ സ്കെഡ്യൂൾ അടക്കം പറയും, രാവിലെ ഇന്ന കാര്യം ചെയ്യൂ, ഉച്ചയ്ക്ക് ഇന്ന കാര്യം ചെയ്യൂ, രാത്രി ഇന്ന കാര്യം ചെയ്യൂ, വൈകിട്ട് ഇന്ന കാര്യം ചെയ്യൂ, ഇടയിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും സമയം കണ്ടെത്തി, ഇങ്ങനെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്ര ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയും. എല്ലാം കഴിഞ്ഞിട്ട് എനിവേ ഞാൻ എൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ബിക്കോസ് ഇത്രയും യൂണിവേഴ്സ് ഇവിടെ ഇത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നു. ഫസ്റ്റ് വന്ന കാർഡ് തന്നെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നു എന്നാണ്. ആ ബ്ലെസ്സിങ് നിങ്ങൾ കാണുന്നില്ല. ആ കൈ നീട്ടി ഇവിടെ തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾ കാണുന്നില്ല. പിന്നെ ആരെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തണം? ആരെ കുറ്റപ്പെടുത്താൻ എന്ത് കാര്യമാണ്? ഓക്കെ, അപ്പം നിങ്ങൾ പക്ഷേ ആ ഓപ്പർച്യൂണിറ്റി എടുത്ത് നിങ്ങൾ അതിനെ വെച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തയ്യാറാണോ? എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാണോ? മൈൻഡിൽ യെസ് കോൺഫ്ലിക്റ്റ് വരും, മനസ്സിൽ സങ്കടങ്ങൾ വരും, എല്ലാം വരും. പക്ഷെ അത് കരഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് നിങ്ങൾ ചെയ്യാൻ സാധിക്കണം നിങ്ങൾക്ക്. ഓക്കെ, കരഞ്ഞിരിക്കുക, അരമണിക്കൂർ കരയുക, ഒരു ദിവസം വേണമെങ്കിൽ കരയുക, അടുത്ത ദിവസം എഴുന്നേറ്റ് ബാക്കി എന്തെങ്കിലും ഓക്കെ ഞാൻ നെക്സ്റ്റ് എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ അങ്ങനെ മനസ്സിനെ മാറ്റിയെടുക്കുക. ഓക്കെ, എല്ലാം അത്ര എളുപ്പത്തിൽ ഇന്നിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് നടക്കും എന്നല്ല പറയുന്നത്. പക്ഷെ സ്ലോലി നിങ്ങളെ മാറ്റിക്കൊണ്ടുവരിക നിങ്ങൾ. ഓക്കെ, എന്നെ കൊണ്ട് സാധിക്കുന്നില്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിരിക്കരുത് ഒരിക്കലും. ഓക്കെ, പറ്റുന്നത് നിങ്ങൾക്കാണ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കൈപ്പിടിച്ച് എഴുന്നേപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോയി വരുന്നെങ്കിൽ ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത് ചെയ്താൽ മതി. ഞാൻ എല്ലാം ചെയ്യണം എന്നല്ല പറയുന്നത്. പക്ഷെ മാറ്റിയെടുക്കുക നിങ്ങളെ തന്നെ. നിങ്ങൾ അത് മനസ്സിലൊരു ഉറപ്പിക്കുക, ഇല്ല ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ഓക്കെ, ഞാനിത് ഗോ ത്രൂ ചെയ്ത ഒരാളായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ എനിക്ക് അറിയാത്ത ഒരാളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഞാൻ പഠിച്ച കാര്യം ഇതാണ്. നമ്മളെ മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. വേറെ ആർക്കും ചെയ്തു തരാൻ സാധിക്കില്ല. ദൈവത്തിന് വന്ന് നമുക്ക് പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ബേർഡൻ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റിൻ്റെ കാര്യങ്ങളാണ്. ആ പാസ്റ്റിൻ്റെ ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ് നിങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റിൽ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ആക്കി, എനിക്ക് വേണ്ടത് കിട്ടിയില്ല, എൻ്റെ നഷ്ടപ്പെട്ടു, വേറെ ആരെങ്കിലും തട്ടിയെടുത്തു, അവരിങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, മറ്റേതിങ്ങനെയാണ്, ഇതേ കാര്യങ്ങളാണ്. ഇത് നിങ്ങളെ ഒരു ബേർഡൻ നിങ്ങളുടെ മേലെ നിങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, ഇതിനെ താഴെ ഇടാൻ സമയമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിനെ താഴെ ഇടാൻ സമയമായി. ഓക്കെ, നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇനിയും നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, യെസ് ശ്രമിച്ചു, ഇനി വഴി മാറ്റി ശ്രമിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇവിടെ ഫൈനലി എന്താ കാണുന്നത്? ഓക്കെ, ഒരു സമയത്തിൻ്റെ ചേഞ്ചാണ് ഇവിടെ വരുന്നത്. ഓക്കെ, നിങ്ങളുടെ സമയങ്ങൾ മാറി വരും. പക്ഷേ ഈ സമയത്തിനെ മാറ്റിയെടുക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, ആ സമയം മാറണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻ കൂടി വേണം, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ് വേണം. അപ്പോഴേ ഈ സമയം ശരിക്കും ചേഞ്ച് ആവുള്ളൂ. വെറുതെ യൂണിവേഴ്സ് അങ്ങനെ എന്താ പറയുക, കാലചക്രം തിരിപ്പിച്ചുകൊണ്ട് തിരിയില്ല അല്ലേ? നിങ്ങൾ അതിൻ്റെ ആക്ഷൻസ് നിങ്ങൾ എടുക്കാൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എടുത്തോ, നിങ്ങൾ അതിനെ എന്ത് ചെയ്തു എന്നുള്ളതാണ് കാര്യം. അപ്പോഴാണ് നിങ്ങളുടെ ലക്ക് മാറുക. ഓക്കെ, ആ ലക്ക് നിങ്ങളുടെ മാറി വരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബേർഡൻ നിങ്ങൾക്ക് എൻഡ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, നിങ്ങൾ ക്യാരി ചെയ്യുന്ന ബേർഡൻ അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, ജോലി സ്ഥലത്ത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടു, അവിടെ നടക്കുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വേറെന്താ ഞാൻ ചെയ്യേണ്ടത് ആലോചിച്ച് നോക്കുക. എനിക്ക് ജോലി കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ എത്രയായിട്ട് ശ്രമിക്കുന്നു, എന്താ മാറ്റാനുള്ള? അവിടെ നിങ്ങൾ നോക്കുന്ന ലൈൻ മാറ്റണോ അതോ എന്താ നിങ്ങൾ ചെയ്യാനുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കുക. എവിടെയാണ് എന്താ മാറ്റേണ്ടത്? ഇതിലെന്തോ കാണിച്ചു തരുന്നുണ്ടല്ലോ യൂണിവേഴ്സ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്തോ ഞാൻ മാറ്റാനുണ്ട്, എന്താണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ കൂടുതൽ പഠിക്കണോ? ഞാൻ വേറെ എന്തെങ്കിലും ശ്രമിക്കണോ? വേറെ ഏതെങ്കിലും വഴിക്കാണോ ശ്രമിക്കേണ്ടത്? ബിസിനസ് ആണോ നോക്കേണ്ടത്? അതോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജോലി എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങാം. ഓക്കെ, ആൻഡ് ഇവിടെ ഫൈനലി നിങ്ങൾക്ക് പറയുന്ന 10 of Pentacles ആണ്. നിങ്ങൾക്ക് ഹാപ്പി ഫാമിലി എന്ന രീതിയിലാണ്. ഞാൻ ഇത്രയും ചീത്ത പറഞ്ഞൊക്കെ വെറുതെ ആയിപ്പോയി. ഓക്കെ, ഫൈനലി പക്ഷെ നിങ്ങൾക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ് തരുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ഹാപ്പി ഫ്യൂച്ചർ ഉണ്ട്. ചിലവർക്ക് ട്രാവലിംഗ് എക്സ്പെക്ട് ചെയ്യുന്നവർക്ക് ട്രാവലിൻ്റെ കാര്യം കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആവുക കുറച്ചുകൂടി. ഓക്കെ, ഈ എനർജിയിലേക്ക് നിങ്ങൾ വരിക. നിങ്ങൾ സ്ട്രോങ് ആവുക. ഇമോഷണൽ മാത്രമായിട്ട് ഇരിക്കരുത് നിങ്ങൾ. ഓക്കെ, നിങ്ങൾ ഇമോഷണൽ മാത്രമായിട്ട് ഇരുന്ന് പോകരുത്. കുറച്ചുകൂടി പ്രാക്ടിക്കൽ കൂടി ആവാൻ പഠിക്കാം. ബാലൻസ് ചെയ്യാം.
എളുപ്പമല്ല, ഈ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് വർഷങ്ങളെടുക്കും ഇതൊന്ന് ശരിയായി വരാം. പക്ഷെ എവിടെന്നെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ആദ്യം. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. ഒരു സ്റ്റാർട്ടിങ് തുടങ്ങും, കുറച്ച് ചെയ്യാൻ തുടങ്ങും, മാറി വരും. ഓക്കെ, സോ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, ചിലവർക്ക് ജോലിയായിരിക്കാം, ചിലവർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം. ആൻഡ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു ഓഫർ കിട്ടാനുള്ള സാധ്യത അവിടെ വീണ്ടും കാണുന്നുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ആരോടെങ്കിലും വഴക്കിട്ട് പോയ പേഴ്സൺ ആണെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, അല്ലെങ്കിൽ വേറെ പുതിയ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു ബ്ലെസ്സിങ് ആയിട്ട് പറയാം. ഓക്കെ, സോ മാറ്റങ്ങൾ, ചേഞ്ചസ്, ഓക്കെ, ചേഞ്ചസ്, നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കാണാം. ട്രാവലിംഗ് ചിലവർക്ക് വരാം. സോ നിങ്ങൾ ആഗ്രഹിച്ച നടക്കും. ഇവിടെ നടുവിൽ നമുക്ക് സ്റ്റാർ കാർഡാണ്. നിങ്ങൾ ആഗ്രഹം എല്ലാം നടക്കും. പക്ഷെ അതിന് കുറച്ച് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കൂടി വേണം. നല്ല ഇന്നെന്താണാവോ, ഞാൻ നല്ല ചീത്ത പറയാനുള്ള മൂഡിലായിരുന്നു. Okay, let's see. എന്തോ പറയും, നമ്മൾ ഫുഡ് മുമ്പിൽ വെച്ച് തരാം ചിലവർ. ഓക്കെ, അല്ലെങ്കിൽ വായിൽ വേണമെങ്കിൽ ഇട്ട് തരും. പക്ഷെ മെഴുകേണ്ടത് നിങ്ങളാണ് അല്ലേ. തൊണ്ടയിൽ നിങ്ങൾ മെഴുകാതെ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിനോ പോലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടെ. സോ മനസ്സിലാക്കുക. ഓക്കെ, സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ദാറ്റ് എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മെസ്സേജിൻ്റെ ബോട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മെസ്സേജ് വരുന്നുണ്ട്. ഗുഡ്, ടൈം ടു ഗോ. യാങ് എനർജി, വെരി ഗുഡ്. ഇമാജിൻ, co-create, no place like home, and building blocks. ഓക്കെ, വൈ ഇതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കുക, ചില കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് നടക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നത്? ചിന്തിക്കുക. എല്ലാ കാര്യത്തിനെക്കുറിച്ചും വൈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുക. ഇതിലെന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇവിടെ എന്താ ഞാൻ മനസ്സിലാക്കാനുള്ളത്? എന്താ ഞാൻ പഠിക്കാനുള്ളത്? എന്താ ഞാൻ വിട്ടുകളയാനുള്ളത്? എന്താണ് ഞാൻ കൂടുതൽ പുതിയത് എന്തെങ്കിലും ചെയ്യാനുള്ളത്? വൈ വാട്ട് വേർ എല്ലാം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുക അവനവനോട്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ മാറ്റം വരാത്തത്? ഓക്കെ, അത് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ പറയരുത്. ഞാൻ എന്ത് ചെയ്തില്ല എന്ന് ചിന്തിക്കൂ. ഓക്കെ, മെസ്സേജിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് മെസ്സേജസ് വരുമെന്ന് കാണുന്നുണ്ട്. പറഞ്ഞ പോലെ ചിലവർക്ക് യാത്രയുടെ കാര്യമായിരിക്കാം, അബ്രോഡൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെസ്സേജ് ആയിരിക്കാം. പുതിയത് എന്തെങ്കിലും കിട്ടുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം. ഒരു യാത്രയുടെ കാര്യം വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അത് വരും. ചിലവർക്ക് ചില സിറ്റുവേഷൻ വിട്ടുപോകാനുള്ളതാണ്. ടൈം ടു ഗോ എന്ന് പറയുന്നുണ്ട്. ചില സിറ്റുവേഷൻസ് നിങ്ങൾ വിട്ടുമാറി പോകേണ്ടതുണ്ടാവാം. യാങ് എനർജി, ഇതാണ് ഞാൻ പറയുന്നത്, മാസ്കുലൈൻ എനർജിയിൽ വരിക നിങ്ങൾ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾ സ്ട്രോങ് ആവാം. ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ലേഡീസ് ഫെമിനൈൻ എനർജിയാണ്, എന്ന് വെച്ചാൽ ഇമോഷണൽ എന്ന രീതിക്കാണ് പറയുക. യാങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിമ്പിൾ കണ്ടിട്ടില്ല ഇങ്ങനെ ചുറ്റും ഇതുള്ളത്, അതാണ് ഇൻ ആൻഡ് യാങ്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഫെമിനൈൻ എനർജിയാണ്. യാങ് എന്ന് പറയുമ്പോൾ മാസ്കുലൈൻ എനർജി. അതായത് സ്ട്രോങ് ആവാം, പ്രാക്ടിക്കൽ ആവാം, ഇമോഷണൽ അല്ല മാത്രമല്ലാതെ ആക്ച്വലി ഇതുകൂടി നിങ്ങളുടെ ബാലൻസിൽ കൊണ്ടുവരിക എന്ന്. ആക്ച്വലി രണ്ടും വേണം കേട്ടോ, ഒന്നും മാത്രം കൂടുതലാവരുത്. പക്ഷേ രണ്ടും നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ, എവിടെ ഇമോഷണൽ ആവണം, എവിടെ പ്രാക്ടിക്കൽ ആവണം, എല്ലാം പഠിക്കേണ്ടതുണ്ട്. ആൻഡ് ഇവിടെ ഇമാജിൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കും. ഓക്കെ, നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ഇമാജിനേഷൻ സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരണം. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ നടക്കും എന്നാണ് പറയുന്നത്. സോ അവിടെ നിങ്ങളുടെ തോട്ട്സിനെ നിങ്ങൾ സൂക്ഷിക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഈ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്തിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നിങ്ങളുടെ നെഗറ്റീവ് എനർജിയാണ് വരുന്നത്. ആ നെഗറ്റീവ് എനർജിയിൽ എന്താ ഉണ്ടാവുക? നിങ്ങൾക്ക് അതന്നെ നടക്കുള്ളൂ, ആ നെഗറ്റീവ് തന്നെ നടക്കുള്ളൂ. സോ അത് മനസ്സിലാക്കുക എപ്പോഴും. ആൻഡ് co-create, നിങ്ങൾ യൂണിവേഴ്സ് എന്താണോ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നത്, ഞാൻ അതാ പറഞ്ഞത്, യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വേണ്ട കാര്യമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഇഷ്ടമുള്ളതല്ല തരുന്നത്, എന്നാൽ പോലും അപ്പോൾ യൂണിവേഴ്സിൻ്റെ എന്തോ പ്ലാൻ ഉണ്ട് ഇതിൽ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാൻ പഠിക്കാം. ഓക്കെ, ആ യൂണിവേഴ്സിൻ്റെ പ്ലാനിനൊത്ത് മൂവ് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ആഗ്രഹത്തിലേക്ക് എന്നെ എത്തിക്കുമായിരിക്കും, എനിക്ക് വേണ്ടത് ചിലപ്പോൾ വേറെ നല്ലത് എന്തെങ്കിലും ഇതിലുണ്ടാവുമായിരിക്കും എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പഠിക്കുക. യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലോ നിങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലോ ഒന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലെസൺസ് ആണ്. അവിടെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത്. ഓക്കെ, ആൻഡ് നോ പ്ലേസ് ലൈക്ക് ഹോം. ചിലവർക്ക് നാട് വീടൊക്കെ മിസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഓക്കെ,
നോസ്റ്റാൾജിയിൽ ലേശം പാസ്റ്റിലിരിക്കുന്ന പോലെ എന്ന് പറയാം. ഇത് വീണ്ടും ആ പാസ്റ്റ് എനർജി. ഓക്കെ, ചിലവർക്ക് വീട് മിസ് ചെയ്യില്ലായിരിക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു എനർജി ആയിരിക്കും ചിലവർക്ക്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ട് ഇവിടെ. ആക്ച്വലി യാത്ര ചിലപ്പോൾ നിങ്ങൾ വീട്ടിലേക്കൊക്കെ പോകുന്നതായിരിക്കാം. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് റീബിൽഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങാന്ന് പറയില്ലേ, സീറോ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നിന്ന് വീണ്ടും തുടങ്ങാം നിങ്ങൾ. ഓക്കെ, എല്ലാം ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനു വേണ്ടി കുറച്ച് എഫേർട്ട് ഇടണം, ശ്രമിക്കണം. ഓക്കെ, ശ്രമങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് ലൈഫിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും അവനവനോട് ചോദിക്കുക, വൈ, എന്താണ് കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്തത്, എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ വരുന്നത്, എന്താണ് ഞാൻ പഠിക്കാനുള്ളത്, എന്താണ് ഇത് കാണിക്കുന്നത്, എല്ലാം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും അവനവനോട്. ഓക്കെ, സോ എല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൻസർ തരും, ഗൈഡ് ചെയ്യും നിങ്ങളെ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.